സക്സസ് ഫയലിൻ്റെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് PSC ബുള്ളറ്റിൻ്റെ ജനറൽ ഇംഗ്ലീഷിലെ പ്രാക്ടീസ് ടെസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് തയ്യാറെടുക്കുന്നവരെല്ലാം ഈ ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഓൺലി ഡാഷ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ദംസെൽസ് ഫോർ നാഷണൽ ഗെയിംസ്. ഓൺലി ഡാഷ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ദംസെൽസ് ഫോർ നാഷണൽ ഗെയിംസ്. ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ദംസെൽസ് ഫോർ നാഷണൽ ഗെയിംസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ഫ്യൂ. എ ഫ്യൂ എന്ന് പറയുമ്പോൾ എ സ്മോൾ നമ്പർ ഓഫ് പേഴ്സൺ ഓർ തിങ്സ് എന്നാണ് അർത്ഥം വരുന്നത്. എ സ്മോൾ നമ്പർ ഓഫ് പേഴ്സൺ ഓർ തിങ്സ്. ഓപ്ഷൻ എ ഫ്യൂ ആണ് ഉത്തരം. അടുത്ത ചോദ്യം: വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സിമ്പിൾ ചാറ്റ്. എ സിമ്പിൾ ചാറ്റിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാണ് വരുന്നതെന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ടെറ്റ്-ആ-ടെറ്റ്. എ സിമ്പിൾ ചാറ്റ് എന്നതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ടെറ്റ്-ആ-ടെറ്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. Choose the word which is nearest in meaning to the keyword charisma. Choose the word which is nearest in meaning to the keyword charisma. Option B ആണ് ഉത്തരം, magnetic appeal. Magnetic appeal. If she dash a bird, she would fly. If she dash a bird, she would fly. Where? If she were a bird, she would fly. Option C, where. The misspelled word among the following. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: അഡ്മിഷൻ, അക്കോമഡേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അനിഹിലേഷൻ. ഈ വേർഡ്സിൽ മിസ്സ്പെൽഡ് വേർഡ് ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് മിസ്സ്പെൽഡ് വേർഡ്. അക്കോമഡേഷൻ എന്ന് പറയുന്നത്, അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് വരുന്നത് ACCOMMODATION. ഡബിൾ എം വരുന്നുണ്ട് അക്കോമഡേഷൻ. അടുത്ത ചോദ്യം: ദ നൗൺ ഫോം ഓഫ് പ്രൊഡ്യൂസ് ഈസ്. ദ നൗൺ ഫോം ഓഫ് പ്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ. പ്രൊഡ്യൂസ് എന്നതിന്റെ നൗൺ ഫോം ആണ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ സി, പ്രൊഡക്ഷൻ. ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ബോൾഡ്. ബോൾഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടിമിഡ്. ഓപ്ഷൻ സി, ടിമിഡ് ആണ് ബോൾഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത്. ടിമിഡ് എന്ന് പറയുന്നത് ഈസിലി ഫ്രൈറ്റൻഡ് അല്ലെങ്കിൽ ഷോയിങ് ലാക്ക് ഓഫ് കറേജ് ഓർ കോൺഫിഡൻസ് ആണ്. ഓപ്ഷൻ സി, ടിമിഡ് ആണ് ഉത്തരം. ഓയിങ് ടു ദ പവർ കട്ട് ഇൻ ദ ഏരിയ factories are being forced to dash men. Owing to the power cut in the area, factories are being forced to dash men. Layoff. Option D ആണ് വരുന്നത് ഉത്തരം, layoff. Owing to the power cut in the area, factories are being forced to lay off men. Layoff എന്ന് പറയുമ്പോൾ stop doing something. Stop doing something എന്നതാണ് layoffന്റെ മീനിങ് വരുന്നത്. അടുത്ത ചോദ്യം: വോക്സ് പോപ്പുലി മീൻസ്. വോക്സ് പോപ്പുലി മീൻസ്. വോയിസ് ഓഫ് ദി പീപ്പിൾ. വോയിസ് ഓഫ് ദി പീപ്പിൾ. വോക്സ് പോപ്പുലി മീൻസ് വോയിസ് ഓഫ് ദി പീപ്പിൾ. This is for students dash mother tongue is not Malayalam. This is for students dash mother tongue is not Malayalam. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, whose. This is for students whose mother tongue is not Malayalam. Ram said, Hara, Shyam has stood first in the class. Report the sentence. ഓപ്ഷൻ സി ആണ് ഉത്തരം. Ram exclaimed joyfully that Shyam had stood first in the class. Ram exclaimed joyfully that Shyam had stood first in the class. അടുത്തത്: They will not come here tomorrow. They will not come here tomorrow. ഓപ്ഷൻ ബി ആണ് ഉത്തരം, will they. They will not come here tomorrow, will they.
Dash you help me? Dash you help me? Will you help me? Which is correctly spelled? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിട്ടുള്ള വേർഡ് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. തിയറം. THEOREM. The little boy spent much of his money dash sweet. The little boy spent much of his money dash sweet. On. The little boy spent much of his money on sweet. My uncle dash a flat in New Delhi 10 years ago. My uncle dash a flat in New Delhi 10 years ago. Purchased. My uncle purchased a flat in New Delhi 10 years ago. I have a gift for each person. The underlined determiner is a dash. Underline ചെയ്തിരിക്കുന്നത് each ആണ്. I have a gift for each person. The underlined determiner is a distributive. Option A ആണ് ഉത്തരം. Distributive. I think he is not here. I think he is not here. Is he? Is he? Option C is he. He said to him, don't cross the limits. Report the sentence. Don't cross the limits. Option A ആണ് ഉത്തരം. She warned him not to cross the limits. She warned him not to cross the limits. I am tired dash working in the city and I have applied for a transfer. I am tired of working in the city and I have applied for a transfer. Option B off. I am tired of working in the city. The boy's attention was diverted dash his studies. The boy's attention was diverted from his studies. From his studies. Little water is there in the jug. Is it? Is it? Little water is there in the jug. Is it? Pray for us, please. Change the voice. Pray for us, please. Option B ആണ് ഉത്തരം. You are requested to pray for us. You are requested to pray for us. She was so badly injured that she needed dash care in the hospital. She was so badly injured that she needed intensive care in the hospital. Option D intensive. A person who blindly supports someone important in order to gain advantage is called. A person who blindly supports someone important in order to gain advantage is called sycophant. Sycophant. Option B sycophant. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.